ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി. ഏഷ്യ കപ്പ് ക്രിക്കറ്റ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ ഫുട്ബോൾ പോരാട്ടങ്ങൾ, ഡേവിസ് കപ്പ് ടെന്നീസ്. കായിക ലോകം സജീവതയാൽ തിളങ്ങി നിന്ന ഒരാഴ്ചയാണ് കടന്നുപോയത്. വൈവിധ്യമുള്ള ആവേശ മത്സരങ്ങൾ അരങ്ങേറിയ വാരത്തിലെ പ്രധാന വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വിശേഷങ്ങളാവട്ടെ ആദ്യം. കാര്യമായ സർപ്രൈസുകൾക്കൊന്നും ഇടം നൽകാതെ കരുത്തന്മാരായ ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ഒപ്പം ബംഗ്ലാദേശും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറി. 8 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏഷ്യ കപ്പിന്റെ ഈ എഡിഷനിലെ ഹോട്ട് ഫേവററ്റുകളായ ഇന്ത്യയുടെ പ്രകടനം എതിരാളികളെ നിസ്സാരമാക്കുന്ന വിധമാണ്. ആദ്യ കളിയിൽ എതിരാളികളായ UAE 9 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ജയിക്കാൻ വേണ്ടി ബാറ്റ് ചെയ്തത് വെറും 27 പന്തുകൾ മാത്രമാണ്. രണ്ടാം കളിയിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തപ്പോഴും നീലക്കുപ്പായക്കാരുടെ അപ്രമാദിത്വം വ്യക്തമായിരുന്നു. കുൽദീപ് യാദവ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും എതിരാളികളെ വട്ടം കറക്കുന്നത് കണ്ട കളിയിൽ പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റിന് 127 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കുൽദീപ് 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ പിഴുതപ്പോൾ അക്സർ പട്ടേലും ബുംറയും ഈ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും 31 റൺസ് വീതമെടുത്തപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 47 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിന്റെ ജയം എളുപ്പമാക്കി. 16 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. 2 മത്സരത്തിലും മലയാളി താരം സഞ്ജു സാംസണാണ് ടീം ഇന്ത്യക്കായി വിക്കറ്റ് കാത്തത്. അന്തിമ 11-ൽ ഇടമുണ്ടാവില്ലേ എന്ന് ആശങ്കപ്പെട്ടിരുന്ന സാംസൺ ബാറ്റിംഗിന് അവസരം കിട്ടിയില്ലെങ്കിലും വിക്കറ്റിനു പിന്നിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഒമാനെതിരെയുള്ള കളി ബാക്കി നിൽക്കെ തന്നെ സൂപ്പർ 4 ഉറപ്പിച്ചു കഴിഞ്ഞ ഇന്ത്യക്ക് അവസാന കളിയിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത്. ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾക്ക് പഞ്ഞമുണ്ടാവാറില്ല, വിശേഷിച്ചും പരിമിത ഓവർ ക്രിക്കറ്റിൽ. സമീപകാലത്തെ ഇത്തരമൊരു കരിമരുന്ന് പ്രയോഗം കണ്ടത് 2 നാൾ മുമ്പെയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 മത്സരത്തിൽ ഇംഗ്ലീഷ് ബാറ്റർമാരായ ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും ചേർന്നാണ് ബൗളർമാരെ തകർത്തു തരിപ്പണമാക്കിയത്. സാൾട്ട് വെറും 60 പന്ത് മാത്രം നേരിട്ട് 141 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ ബട്ട്ലർ 30 പന്തിൽ വാരിയത് 83 റൺസ്. 8 സിക്സും 15 ഫോറും പറത്തിയ ഫിൽ സാൾട്ടിന്റെ സെഞ്ചുറി ഒരു ഇംഗ്ലീഷ് താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി പ്രകടനം കൂടിയായി. 2 വിക്കറ്റ് നഷ്ടത്തിൽ 304 റൺസ് അടിച്ചുകൂട്ടിയ ഇംഗ്ലീഷുകാർ 146 റൺസിന്റെ കൂറ്റൻ ജയവും സ്വന്തമാക്കി. ജപ്പാനിലെ ടോക്കിയോവിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ഈ ആഴ്ചയിൽ കായിക ലോകത്തിന്റെ കണ്ണും കരളും കവരുന്ന മറ്റൊരു വിശേഷം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 20ാമത് എഡിഷനാണ് ഉദയസൂര്യന്റെ നാട്ടിൽ പുരോഗമിക്കുന്നത്. അത്ലറ്റിക്സിന്റെ ഈ ലോകമാമാങ്ക വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ 8 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ അമേരിക്ക തന്നെയാണ് പ്രതീക്ഷിച്ചതുപോലെ മുമ്പേ കുതിക്കുന്നത്. ലോകം ശ്രദ്ധിച്ച ചില വ്യക്തിഗത പ്രകടനങ്ങളും ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാനായി. അതിലൊന്ന് സ്വീഡിഷ് അത്ലറ്റ് അർമാൻഡ് ഡുപ്ലന്റിസിസ് നടത്തിയ പ്രകടനമാണ്. 6 മീറ്ററും 30 സെന്റിമീറ്ററും ചാടിയ ഈ പോൾ വാൾട്ട് താരം സ്വർണം ചൂടിയപ്പോൾ തകർത്തത് തന്റെ തന്നെ ലോക റെക്കോർഡാണ്. 5 വർഷത്തിനിടെ 14ാം തവണയാണ് ഇദ്ദേഹം ലോക റെക്കോർഡ് പുതുക്കി സ്ഥാപിക്കുന്നത്. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ കെനിയക്കാരിയായ ഫെയ്ത്ത് കിപ്പിഗോൺ നേടിയ ജയമാണ് മറ്റൊരു തിളക്കമാർന്ന പ്രകടനം. 3 മിനിറ്റും 52 സെക്കൻഡും മാത്രം സമയമെടുത്താണ് കിപ്പിഗോണിന്റെ ജയം. 3 വട്ടം ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ള ഈ 31കാരിയുടെ 4ാം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടമാണിത്. ലോങ് ജമ്പിൽ സ്വർണം ചൂടിയ ഇറ്റലിയുടെ 20കാരൻ മറ്റിയോ ഫുർലാനിയുടെ അപ്രതീക്ഷിത അത്ഭുത ജയമാണ് മറ്റൊരു വിശേഷം. 8 മീറ്ററും 39 സെന്റിമീറ്ററുമാണ് ഈ യുവതാരം പിറ്റിൽ പിന്നിട്ടത്. പുരുഷന്മാരുടെയും വനിതകളുടെയും 100 മീറ്റർ ഇനങ്ങളിൽ 2 പുതിയ ചാമ്പ്യന്മാരുടെ ഉദയവും ടോക്കിയോവിൽ കണ്ടു. പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജമൈക്കയുടെ ഒളിമ്പിക് സെവിൽ സ്വർണമണിഞ്ഞു.
സാക്ഷാൽ ഉസൈൻ ബോൾട്ടിന്റെ പിൻഗാമിയാവും എന്ന് കരുതപ്പെടുന്ന സെവിൽ 9.77 സെക്കൻഡിലാണ് നേട്ടം കൊയ്തത്. വനിതകളുടെ വിഭാഗത്തിൽ അമേരിക്കയുടെ ജെഫേഴ്സൺ വുഡനിന്റെ ജയം 10.61 സെക്കൻഡിലായിരുന്നു. 15 ഇനങ്ങളിൽ മത്സരിക്കുന്ന ഇന്ത്യക്കായി 19 അംഗ സംഘമാണ് ടോക്കിയോവിലുള്ളത്. 14 പുരുഷന്മാരും 5 സ്ത്രീകളും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജാവലിൻ താരം നീരജ് ചോപ്രയും സച്ചിൻ യാദവും ഫൈനൽ റൗണ്ടിലേക്ക് മുന്നേറിയെങ്കിലും മെഡൽ നേടാനായില്ല. ജാവലിൻ ത്രോയിൽ ലോകത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം മത്സരിച്ച വേദിയിൽ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്ര 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതേസമയം ഫൈനലിലെത്തിയ സച്ചിൻ യാദവ് 86.27 മീറ്റർ എറിഞ്ഞ് മിന്നൽ പ്രകടനത്തിലൂടെ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ആശ്വാസമായി. ഒരു ഘട്ടം വരെ 3ാം സ്ഥാനത്തായിരുന്ന സച്ചിൻ യാദവ് ഈ ഇനത്തിൽ രാജ്യത്തിന് പ്രതീക്ഷ നൽകാവുന്ന താരമാണ്. 2 മലയാളികളുമുണ്ടായിരുന്നു 19 അംഗ ഇന്ത്യൻ ടീമിൽ. ലോങ് ജമ്പിൽ ശ്രീശങ്കറും ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറും. പക്ഷെ രണ്ടുപേർക്കും അവരവരുടെ ഇനങ്ങളിൽ ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല. മെഡൽ പ്രതീക്ഷയുള്ള ഇനങ്ങളിലേതടക്കം മങ്ങിയതോടെ ടോക്കിയോ 2025 ഇന്ത്യക്ക് ആഹ്ലാദിക്കാൻ ഏറെയൊന്നുമില്ലാതെയാണ് സമാപനത്തിലേക്ക് നീങ്ങുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള ഇടവേളയ്ക്ക് ശേഷം ലോകത്തെ പ്രധാന ഫുട്ബോൾ ലീഗുകളെല്ലാം പന്തുരുണ്ട ആഴ്ചയാണ് പിന്നിട്ടത്. ഒപ്പം ചാമ്പ്യൻസ് ലീഗിലും വമ്പൻ പോരാട്ടങ്ങൾ നടന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതിയ സീസണിൽ കിരീടം ഉന്നം വയ്ക്കുന്ന ലിവർപൂൾ, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, ആർസണൽ ടീമുകളെല്ലാം ജയം നേടി. 10 പേരുമായി സ്വന്തം ഗ്രൗണ്ടിൽ അവസാനം വരെ പൊരുതി നിന്ന ബേൺലിയെ കളിതീരാൻ നിമിഷങ്ങൾ ശേഷിക്കെ ലഭിച്ച പെനാൽറ്റി ഗോളിൽ മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ ജയം നേടിയത്. മുഹമ്മദ് സലയാണ് ആൻഫീൽഡുകാരുടെ രക്ഷകനായത്. ചെൽസി തോൽപ്പിച്ചത് ഫുൾഹാമിനെയാണ്. ജാവോ പെഡ്രോയും എൻസോ ഫെർണാണ്ടസും ഇരു പകുതികളിലായി മുൻ ചാമ്പ്യന്മാർക്കായി ലക്ഷ്യം കണ്ടു. ആർസണൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തുരത്തിയപ്പോൾ ഇരട്ട ഗോളുമായി പുതിയ സൈനിങ് സുബിമെൻഡിയാണ് തിളങ്ങിയത്. മറ്റൊരു ഗോൾ ഗൈക്കറസിന്റെ ബൂട്ടിൽ നിന്നാണ് പിറന്നത്. ഫുട്ബോൾ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മാഞ്ചസ്റ്റർ ഡെർബി പക്ഷേ ആവേശമുണർത്തിയില്ല. ഏറെക്കുറെ ഏകപക്ഷീയമായി പോയ കളിയിൽ മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി പഴയ പ്രതാപശാലികളായ യുണൈറ്റഡിനെ തകർത്തത് ഏകപക്ഷീയമായ 3 ഗോളിനാണ്. 18ാം മിനിറ്റിൽ ഫിൽ ഫോഡൻ തുടക്കം കുറിച്ച സ്കോറിംഗിന് 2ാം പകുതിയിൽ ഇരട്ട ഗോളോടെ നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ട് പൂർത്തീകരണം നൽകി. 4 കളികളും ജയിച്ച ലിവർപൂളാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തലപ്പത്ത്. സ്പാനിഷ് ലീഗിൽ ബാർസലോണയ്ക്ക് 6-0 ഉജ്ജ്വല ജയം. വലൻസിയയെ തകർത്തു തരിപ്പണമാക്കിയ കളിയിൽ ലോപ്പസ്, റഫീന, ലെവൻഡോവ്സ്കി എന്നിവർ ഇരട്ട ഗോളുകളുമായി കളം നിറഞ്ഞു. റിയൽ സോസിഡാഡിന്റെ വെല്ലുവിളി 2-1 മറികടന്ന റയൽ മാഡ്രിഡ് തന്നെയാണ് സ്പാനിഷ് ലാലിഗയിൽ ഇപ്പോൾ മുമ്പിൽ. 4 കളിയിൽ നിന്ന് 12 പോയിന്റ്. മുൻ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഗിലെ ആദ്യ ജയം കണ്ടെത്തിയതും ഈ ആഴ്ചയാണ്. ബുണ്ടസ് ലീഗയിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഗോളടിച്ചു കൂട്ടുന്നത് തുടരുകയാണ്. ഹാംബർഗിനെ എതിരില്ലാത്ത 5 ഗോളിന് മുക്കിയ കളിയിലും പിറന്നു ഒരു പെനാൽറ്റി ഉൾപ്പെടെ കെയ്നിന്റെ കാലിൽ നിന്നും 2 ഗോൾ. 9 പോയിന്റുമായി ബയൺ തന്നെയാണ് ജർമ്മനിയിൽ മുമ്പിൽ. 7 പോയിന്റുമായി ഡോട്ട്മുണ്ട് തൊട്ടു പിന്നാലെയുണ്ട്. ഫ്രഞ്ച് ലീഗിൽ PSG ആണ് മുമ്പിൽ. കഴിഞ്ഞ ദിവസം ലെൻസിനെ കൂടി തോൽപ്പിച്ചതോടെ അവർക്ക് 4 കളികളിൽ നിന്ന് 12 പോയിന്റുമായി. ഇറ്റാലിയൻ സീരിയയിൽ ഇത്തവണ കിരീടപ്പോര് കനക്കുമെന്ന സൂചന നൽകി നാപ്പോളിയും യുവന്റസും കുതിക്കുന്നുണ്ട്. നാപ്പോളി ഫിയന്റീനയെ 3-1 തോൽപ്പിച്ചപ്പോൾ യുവന്റസ് ഇന്റർ മിലാന്റെ കടുത്ത വെല്ലുവിളി മറികടന്നാണ് ജയം തൊട്ടത്. സ്കോർ 4-3. 2 വട്ടം പിന്നിട്ടു നിന്ന ഇന്റർ 2 വട്ടവും സമനില നേടുകയും കളി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ എതിരാളികളെ പിടിച്ചുകെട്ടുകയും ചെയ്തതാണ്. പക്ഷേ 91ാം മിനിറ്റിൽ അഡ്സിക്കിന്റെ ഗോളിൽ ഒടുവിൽ യുവന്റസ് 4-3 ജയിച്ചു കയറി. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും തകർപ്പൻ പോരാട്ടങ്ങൾ കണ്ട ദിവസങ്ങളാണ് പിന്നിട്ടത്. അതിലൊന്ന് ഇറ്റാലിയൻ ക്ലബ് യുവന്റസും ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിലുള്ള മത്സരമായിരുന്നു. 2ാം പകുതിയിൽ മാത്രം 8 ഗോളുകൾ കണ്ട ഈ കളിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ 4-4 ആയിരുന്നു. 86ാം മിനിറ്റ് വരെ 4-2 മുമ്പിലായിരുന്നു ഡോട്ട്മുണ്ടുകാർ. എന്നാൽ പരിക്കു സമയത്ത് 2 വട്ടം എതിർവലയിൽ പന്തെത്തിച്ച് യുവന്റസ് സ്വന്തം ഗ്രൗണ്ടിൽ സമനില പിടിച്ചെടുക്കുകയായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ലിവർപൂളിന്റെ ജയവും ആവേശം നിറഞ്ഞതായിരുന്നു. 2 ഗോളിന് പിന്നിട്ടു നിന്ന സ്പാനിഷ് ക്ലബ് പിന്നീട് 2 ഗോളും മടക്കി 2-2 സമനില പിടിച്ചു എങ്കിലും
പരിക്കു സമയത്ത് വിർജിൻ വാൻ ഡൈക്കിന്റെ ഹെഡർ ഗോൾ ആൻഫീൽഡുകാരുടെ രക്ഷയ്ക്കെത്തി. ബയൺ മ്യൂണിക് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയെ 3-1 തോൽപ്പിച്ചപ്പോൾ PSG അറ്റ്ലാന്റ ഒരു എതിരാളിയെ ആയില്ല. എതിരില്ലാത്ത 4 ഗോളിനായിരുന്നു പാരീസ് ടീമിന്റെ ജയം. സ്വന്തം ഗ്രൗണ്ടിൽ ഇറ്റാലിയൻ ക്ലബ് നാപ്പോളിയെ എതിരിടാനിറങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിക്കും വിജയമധുരം. ആദ്യ പകുതിയുടെ 18-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഡി ലോറൻസോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ ഇറ്റലിക്കാർക്കെതിരെ രണ്ടാം പകുതിയിൽ എർലിംഗ് ഹാലണ്ടും ജെറമി ഡോക്കുവുമാണ് വലകുലുക്കിയത്. ടെന്നീസിൽ സ്വിറ്റ്സർലാൻഡിനെ തോൽപ്പിച്ച് ഡേവിസ് കപ്പിന്റെ ക്വാർട്ടറിലേക്ക് ഇന്ത്യൻ ടീം കടന്നതാണ് മറ്റൊരു കായിക വിശേഷം. 1-3 മത്സരങ്ങൾക്കായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ജയം. ഫുട്ബോളിൽ, ഏഷ്യ കപ്പിൽ, ലോക അത്ലറ്റിക്സിൽ എല്ലാം പ്രധാനപ്പെട്ട മത്സരങ്ങൾ, പോരാട്ടങ്ങൾ അരങ്ങേറാനുള്ള ദിവസങ്ങളാണ് വരാനുള്ളത്. നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കും കളിമുഹൂർത്തങ്ങൾക്കുമായി. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നന്മേനി.